കൈ ഇങ്ങനെ പിടിച്ചിട്ട് മുട്ടിങ്ങനെ മടക്കിയിരിക്കുക, കാല് പൊക്കുക, മുട്ട് മടക്കിയിരിക്കുക, കാല് പതുക്കെ കൈ മുട്ടിയിരിക്കുക, കാല് നമുക്കിവിടെ ഇടകുറവായിട്ട് നിങ്ങളിങ്ങനെ ഓടുമ്പോൾ റൗണ്ട് കൂട്ടി ഓടണം. ആദ്യം നമ്മുടെ സ്പീഡ് കുറച്ച് ഓടുക, അത് കഴിഞ്ഞിട്ട് നല്ല സ്പീഡിൽ ഓടുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോൾ എടുക്കുക, ഓർത്തോ 2 കിലോയുടെ ബോൾ എടുത്തിട്ട് നേരെ ഇടുക, കൈകൊണ്ട് പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. ആദ്യം നമുക്ക് വെറുതെ നിൽക്കുക. നിങ്ങൾ ജസ്റ്റ് വന്നു, ഇച്ചിരി വെള്ളം കുടിച്ചു, അത് കഴിഞ്ഞിട്ട് ബോഡി ഒന്നിങ്ങനെ ഒന്ന് അയച്ചു കൊടുക്കുക. 1 2 3 4 ഇങ്ങനെ കൊടുക്കുക. ബോഡി ശരിക്കും വളയുന്ന രീതി 5 6. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് വളഞ്ഞില്ലെങ്കിൽ പറ്റുന്ന രീതിയിൽ മാത്രം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഭിത്തിയിലോ എവിടെയെങ്കിലും പിടിച്ചു നിന്നിട്ട് കാല് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. 1 2 3. അത് കാല് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ട് വേണം റിട്ടേൺ ഈ ഭാഗം ചെയ്യാം. ഇപ്പുറത്തോട്ട് തിരിഞ്ഞു കാല് ജസ്റ്റ് 1 2 3 ചെയ്തു. നമ്മുടെ കാല് ഇങ്ങനെ പൊക്കി ചെയ്യും. 1 2 ഇത് ചെയ്യുന്നു. പിന്നെ നിങ്ങൾ ക്രോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാതെ നോക്കുക. 1 2 3. അത് കഴിഞ്ഞ് നമ്മൾ ഓടുകയാണ്, നേരെ ഇതിനോട് ഓടുക. അപ്പോൾ കാല് നേരെ ഇട്ടിട്ട് ഒരു 3 റൗണ്ട് നിങ്ങൾ ഓടണം. 3 റൗണ്ട് ഓടിയിട്ട് പിന്നെ ജസ്റ്റ് ഇവിടെ പിടിച്ചിട്ട് നേരെ നമ്മൾ പോയിട്ട് തൊടുക. 1 സ്പീഡ് കൂട്ടി കൂട്ടി ചെയ്യണം. വീണ്ടും ചെയ്യുക, വീണ്ടും ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോൾ എടുക്കുക, ഓർത്തോ 2 കിലോയുടെ ബോൾ എടുത്തിട്ട് നേരെ ഇടുക, കൈകൊണ്ട് പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. നേരെ നമ്മൾ ഈ പെണ്ണിൻ്റെ തലയിൽ ഇടുക, കൈ ഇടുക. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് പിടിക്കുക. അതിനുശേഷം നമുക്കിവിടെ വന്നിട്ട് നേരെ ഇങ്ങനെ നിന്നിട്ട് ഇവിടെ കൈ ആക്കി 2 സൈഡ് കൊടുത്തിട്ട് പിടിച്ച് പതുക്കി ഇങ്ങനെ ഇരുന്നു. ഇത് നമ്മുടെ ഉപ്പൂറ്റി പൊക്കുക, വീണ്ടും ഇരിക്കുക, ഉപ്പൂറ്റി പൊക്കുക. എന്നിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് ജോഗിങ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അയച്ചിട്ട് നമ്മൾ വർക്കൗട്ട് സെക്ഷനിലോട്ട് കയറുന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും ബോഡിക്ക് ഹെൽത്തും ചെയ്യുന്ന വർക്കൗട്ട് നമുക്ക് ഈസി ആക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഹെൽത്തിന് വേണ്ടി ഇത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ജോഗിങ് ചെയ്യണം, ചുമ്മാ മുന്നോട്ട് പുറകോട്ട് നടക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ വിരൽ വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ചുമ്മാ ഒന്ന് അയച്ചു കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കൊടുത്തു, ചെറുതായിട്ട് കൊടുത്തു. 1 2 3. വീണ്ടും ഒന്ന് ചെയ്യുക, ഒന്ന് ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അത്രയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് ആദ്യം നമ്മുടെ ഹെഡ് 1 പുറകോട്ട് മുന്നോട്ട് സൈഡ് സൈഡ് ചെയ്യുന്നു. വീണ്ടും 1 2 സൈഡ് സൈഡ് ചെയ്യുക. ഈ ഹാഫ് റൊട്ടേഷൻ അത് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ്. 1 ഒരു റൊട്ടേഷൻ അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ഒരു റൊട്ടേഷൻ പറഞ്ഞാൽ ഇത് ചെയ്യുന്നു. ഇനി ഫുൾ റൊട്ടേഷൻ 1 2 3. തിരിച്ചും ആ ഒരു 3 റൊട്ടേഷൻ നിങ്ങൾ ഇങ്ങോട്ട് ചെയ്യുക. അത് ചെയ്തിട്ട് ഈ 3 ഫുൾ റൊട്ടേഷൻ ചെയ്യുമ്പോൾ തലകറപ്പുള്ളവരാണ് അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട. അത്രയും ചെയ്തിട്ട് നമ്മുടെ കൈ ഒന്ന് കറക്കി കൊടുക്കുക. ആദ്യം ഇങ്ങോട്ട് കറക്കിയിട്ട് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് കറക്കുക. പിന്നെ ഒരു കൈ നമ്മൾ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഫുൾ റൊട്ടേഷൻ കൊടുക്കുക. അതിന് നമ്മൾ വീണ്ടും തിരിച്ചിങ്ങനെ ഫുൾ റൊട്ടേഷൻ കൊടുക്കണം. വീണ്ടും ഇപ്പുറത്തെ ചെയ്യുക. 1 2 3. ഇനി നമുക്ക് കൈ ഒന്ന് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് പുറകോട്ട്. അപ്പം വാമപ്പ് തന്നെ പല സെറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പാർട്ട് ചെയ്തിരിക്കണം, പക്ഷേ എല്ലാ ബോഡിയുടെ പാർട്ടും അനുകരിക്കണം. കൈ നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ ഈ കൈ നേരെ ഇങ്ങനെ പിടിച്ചിട്ട് 1 2 3 4 5 6 7 8 9 10. ഇത്ര നമ്മൾ ചെയ്ത് കൊടുത്തു. ഇനി അടുത്തെന്ന് പറയുമ്പോൾ പിടിച്ചിട്ട് നമ്മുടെ മുട്ട ഇങ്ങനെ അകത്ത് വെച്ചിട്ട് ഇത് ഫുൾ ബോഡി സ്ട്രെച്ചിങ് ആണ്. 2 3 4 5. ഇത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. കൈ ഇങ്ങനെ പിടിച്ചു 1. നിങ്ങൾക്ക് പറ്റുന്നത്ര തന്നാൽ മതി. 2 3 4 5. ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ സെറ്റപ്പ് ചെയ്തിട്ട് കാല് കുത്തി കൊടുക്കുക. 1. ആ കാലിൻ്റെ പേര് ഒന്ന് മാറാനാണ്. 2 3 4. വീണ്ടും 1 2 3 4. ഇത് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഹിപ്പ് റൊട്ടേഷൻ കൊടുക്കാം. 1 2. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തിരിച്ചിട്ട് ഇപ്പുറത്തോട്ട് ഒന്ന് തിരിച്ചു കൊടുക്കണം. നമുക്ക് എത്ര റൊട്ടേഷൻ അങ്ങോട്ട് ചെയ്തോ അത്ര റൊട്ടേഷൻ തിരിച്ച് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇവിടെ മുട്ടാണ്. 1 2. വീണ്ടും 1
2 ചെയ്യുക. പിന്നെ ഈ കാല് റൊട്ടേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നേരെ നിൽക്കാം, അല്ലെങ്കിൽ എളി കൈ കൊടുക്കാം, അല്ലെങ്കിൽ ഭിത്തി കൈ കൊടുക്കാം. അപ്പം നമ്മുടെ പാദം അങ്ങോട്ടൊന്ന് റൊട്ടേഷൻ ചെയ്തു തിരിച്ച് റൊട്ടേഷൻ ചെയ്യുക, വീണ്ടും പാദം റൊട്ടേഷൻ ചെയ്തു തിരിച്ച് റൊട്ടേഷൻ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒരു ട്യൂബിങ് ചെയ്യുക. ഇനി നേരെ ഇങ്ങോട്ട് നിന്നിട്ട് ഒരു സ്ട്രെച്ചിങ് ചെയ്യുക. ഇച്ചിരി നേരം തല ഉയർത്തി പിടിച്ച് നിൽക്കണം, ഇപ്പുറത്തോട്ട് ഒരു സ്ട്രെച്ചിങ് കൊടുക്കുക. ഇത്ര ആയി കഴിയുമ്പോൾ നമ്മുടെ വാമപ്പ് ഏകദേശമായിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ട് കൂടി ഒന്ന് ഇച്ചിരി ചൂടാകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൊമക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് 1 2 3 4 5 6 7 ഇതിപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളിത് ഈ കയ്യിലോട്ട് ഇങ്ങനെ നോക്കി ചെയ്യുന്നതാണ്. 2 3 അപ്പം പിന്നെ നമുക്ക് വഴക്കം ബോഡിക്ക് ഇല്ലാത്തവർക്കാണെങ്കിൽ 1 2 3 ഇത്ര ആണെങ്കിലും നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ കാലിങ്ങനെ 1 2 3 4 5 6 പിന്നെ കാര്യം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു ജോഗിങ് ചെയ്യുക. ഈ റൊട്ടേഷൻ കൂടെ ചെയ്യാവുന്ന 1 2 3 നമുക്ക് ഏകദേശം ബോഡി ഹീറ്റ് ആയതായിട്ട് നിങ്ങൾക്ക് അറിയാം. ഇനി പോയി ഒന്ന് വെള്ളം കുടിച്ചിട്ട് എന്തെങ്കിലും ഒരു വാമപ്പൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിടത്തും താഴ്ന്നു പോകാതിരിക്കാൻ സഹായിക്കും. ഇത് മസ്റ്റായിട്ട് പഠിക്കുക. താങ്ക് യു. പല സെന്ററുകളിലും പല രീതിയിലുള്ള വർക്കൗട്ട് സെക്ഷനും വാമുകളാണ്. ബോഡി ഫുള്ളുന്ന നമ്മൾ വാം സെറ്റ് ചെയ്യുന്നത് വർക്കൗട്ടിലോട്ട് കിടക്കുക. താങ്ക് യു.